ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ബോട്ടിലാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊടിയുപ്പാണ്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ പൊടിയുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കർപ്പൂരമാണ് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കർപ്പൂരം ഞാൻ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ലൈസോളാണ്. അപ്പോൾ ലൈസോളും കൂടെ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഈ ബോട്ടിലിൻ്റെ അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക, നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമ്മളിത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, രാത്രിയിൽ നമ്മൾ കിച്ചൺ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കിച്ചൺ സിങ്ക് നമ്മൾ എന്തായാലും വൃത്തിയാക്കിയിടും. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കിച്ചൻ്റെ ആ ഒരു നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ ആ സ്ലീവിലേക്ക് ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒഴിച്ച് ഇടുകയാണെങ്കിൽ കിച്ചൺ സിങ്കിൻ്റെ പുറത്തേക്ക് വരുന്ന പാറ്റയോ പല്ലിയോ പഴുതാരയൊക്കെ രാത്രിയിലായിരിക്കുമല്ലോ ഇവരൊക്കെ പുറത്തേക്ക് വരുന്നത്, അത് വരാതെ നമുക്ക് ഒരുപാട് അവരുടെ ശല്യം ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി വെച്ചാൽ എല്ലാ ദിവസവും രാത്രി നമുക്കിതൊന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.